അങ്ങനെ ചെരുപ്പ് നമ്മൾ തയ്ക്കാൻ വേണ്ടി വന്നതാണ്. ചെരുപ്പ് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൻ. അങ്ങനെ പിന്നെ ചെരുപ്പൊക്കെ തയ്ച്ചിട്ട് നമുക്ക് വേറെ കുറേ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഒരാവശ്യം കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് ചെരുപ്പ് തയ്ക്കുന്ന അച്ഛനെ കണ്ട. ഈ അച്ഛൻ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഞങ്ങളോർത്ത് ചെരുപ്പ് തയ്ച്ചേക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ കയറി കേട്ടോ. അങ്ങനെ നേരെ പിന്നെ ഇവിടെ നേരെ ഇറങ്ങി ഞങ്ങളൊരു കരിക്ക് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ച് കരിക്ക് ദേവനും ഒരു കരിക്ക് മേടിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആദ്യമേ ഞാൻ ഓർത്ത് ഒരെണ്ണം കുടിച്ച് നോക്കിയിട്ട് നമുക്ക് മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുടിച്ച് നോക്കി. നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരെണ്ണം ദേവനെടുത്തു, ഒരെണ്ണം എടുത്തു. അങ്ങനെ ദേവന് അങ്ങനെ നമ്മളെടുത്തു. ഇത് നമ്മൾ കുടിച്ചതിൻ്റെ ബാക്കി ഓർത്തു ഞങ്ങൾ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഏട്ടന് ഞാൻ കൊടുക്കുന്നുണ്ട്. ഒരു വാരം ഞാൻ കഴിച്ച് നോക്കി. അത് കഴിഞ്ഞ് ഏട്ടന് ഞാൻ കൊടുക്കുന്നുണ്ട്, നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞാൽ അപ്പോഴത്തേനും ചേച്ചി മറ്റു ദേവനുള്ള കാര്യത്തിൽ എടുത്ത് അതിൻ്റെ എല്ലാം കൊടുത്ത് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കണേന് ദേവന് അതിനുള്ള പുറപ്പാടാണ്. അങ്ങനെ തന്നെ നമ്മൾ ഫ്രൂട്ട്സ് മേടിക്കുന്ന കടയിൽ വന്ന് അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ഒരു ഇതുണ്ട്, അതിൻ്റെ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെ നമ്മളിനി ദേവനൊരു സോപ്പ് മേടിക്കാൻ വേണ്ടി ഇരിക്കുവാണ്. ഇനി അങ്ങോട്ട് കയറണം. അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ച് സെറ്റാക്കി വെച്ച് പിന്നെ നമ്മൾ സോപ്പ് മേടിക്കാൻ വേണ്ടി വന്നു കേട്ടോ. അപ്പോൾ സോപ്പ് മേടിച്ച് ജ്യൂസൊക്കെ കുടിച്ച് ഇത്ര സാധനം നമ്മൾ ടോട്ടൽ എടുത്തിട്ടുള്ളത്. പിന്നെ അവിടെ നിന്ന് ബില്ലൊക്കെ അടിച്ച് നമ്മൾ വെളിയിൽ ഇറങ്ങി കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ വീഡിയോ. പിന്നെ പോകുന്ന വഴിക്കായിരുന്നു കേട്ടോ ഒരു പായസം കണ്ടത്. പായസം കണ്ടപ്പോൾ ഏട്ടൻ്റെ ഫേവറേറ്റാണ് പായസം. അപ്പോൾ പായസം മേടിച്ച് ഞങ്ങൾ